ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതായത് ഒരു കുക്കിംഗ് റെസിപ്പിയാണ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഏകദേശം രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്കൊരു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നിയല്ലേ? 10 മണിയായപ്പോൾ എനിക്കൊരു വിശപ്പടിച്ച്. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു കിടിലൻ റെസിപ്പിയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് എന്തുണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അമ്മ പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നത്. അയ്യാ അല്ല, അമ്മയാണ് പറഞ്ഞത് സുഹൃത്തുക്കളെ, കത്തിരിക്ക ബജി ഉണ്ടാക്കാൻ. കാരണം വീട്ടിൽ കത്തിരിക്ക നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പം അത് അത്യാവശ്യം വലുതായിട്ട് വന്ന്, പക്ഷെ ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് വീട്ടിലുണ്ടാക്കിയതല്ല. കാരണം അതിനി പറിക്കാറായിട്ടില്ലല്ലേ, അത് കളഞ്ഞില്ല, അത് കുറച്ചുകൂടെ വലുതാവാറുണ്ട്. അപ്പം എന്തായാലും കത്തിരിക്ക ബാക്കി വീട്ടിലുള്ള എല്ലാ ഐറ്റംസും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. എന്തൊക്കെ വേണം നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കത്തിരിക്ക ബജിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ആവശ്യം കുറച്ച് കത്തിരിക്കയാണ് ഗൈസ്. ഇതിപ്പോൾ എത്ര കത്തിരിക്ക എടുത്ത് നമ്മൾ രണ്ട് കത്തിരിക്ക ഇങ്ങനെ കുനുക്കുന അരിഞ്ഞെടുക്കണം. പിന്നെ അടുത്ത് മുളക് പൊടി എടുക്കണം ഗൈസ്. മുളക് പൊടി, അരിപ്പൊടി എന്തിനാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മൈദയാണ് സുഹൃത്തുക്കളെ. ഇതിപ്പം നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലാത്ത കുറച്ച് കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി അതിലൊന്ന് മതി. പിന്നെ നമ്മൾ ജസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ട് വിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് കായപ്പൊടി ആവശ്യങ്ങളുണ്ട്. കുറച്ച് കായം കൂടെ ഇടണം. ഇട്ടോളൂ. പോലെ മതിയോ? മതി. ഓക്കെ. പിന്നെ കായൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം ഗൈസ്, കളറിന് വേണ്ടി മാത്രം. കുറച്ച് കളർ കിടക്കട്ടെ. പിന്നെ ഈ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്ര വെള്ളം. മൈദ ഇല്ലെങ്കിൽ വേറെ ഏതൊരു മാവും കൂടെ ചേർക്കാം. കടലമാവ് സാധാരണ ഉപയോഗിക്കണത്. പക്ഷെ ഇവിടെ നമ്മൾ മൈദയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഇതെന്തിനാവാൻ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം കൂടിപ്പോകാൻ നോക്കണം. വെള്ളം കൂടിപ്പോയാൽ ഇത് അതിൽ പിടിക്കൂല, കായൽ പിടിക്കൂല. അപ്പൊ വെള്ളം കട്ടിയായിട്ട് തന്നെ നിൽക്കണല്ലേ? അതെ സുഹൃത്തെ, വെള്ളം കട്ടിയായിട്ട് ഒഴിക്കടാ. അപ്പൊ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി ഇട്ടില്ല. മുളക് പൊടി ഇടണം. മുളക് പൊടി കൂടെ ഇട്, ആവശ്യത്തിന് ഇടാം. കൂടിപ്പോയാൽ അരിപ്പൊടി നീറി കിടക്കും. ഇത്രയൊക്കെ ഇടാമോ? എന്താ കുറച്ചുകൂടെ മുളക് പൊടി ഇടറാ. നമ്മൾ ആദ്യമായിട്ടാണ് കേസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനെ ഇരിക്കുന്നുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇത് കാണുമ്പോൾ മനസ്സിലാവും. ആവറേജ് സ്നാക്സ് ആണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ? മതിയാടാ? പോരടാ, ഇല്ലെങ്കിൽ നീ മുക്കി എടുക്കും. പിന്നെ വെള്ളം ഒഴി. ശക്തിയായിട്ട് കുഴക്കടോ. ഏകദേശം പറയുന്നോളൂ, ഒരു പേസ്റ്റ് രൂപത്തിലായി. ഇല്ല, അത് മുങ്ങൂലല്ല. പിന്നെ വിത്ത് നമുക്ക് പോസ്റ്ററൊക്കെ ഒട്ടിക്കാനുള്ള ഒരു പരുവത്തിലെത്തിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് മുളക് കറക്റ്റ് ആണോ? മിക്സ് ആയില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ ഇട്ടിട്ട് മിക്സ് ആവാതെ ടേസ്റ്റ് ചെയ്താൽ ശരിയാവും. നല്ല കട്ടിക്കിരിക്കുന്നത്. കുറച്ചുകൂടെ ദിവസമായിട്ട് മുക്കി എടുക്കാൻ പറ്റും. ആവെല്ലാം കുഴച്ച് നമുക്ക് ആവശ്യമുള്ള ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ലൂസായി കഴിഞ്ഞാൽ ഇത് മുക്കുമ്പോഴത്തേക്ക് ഇതിൽ പിടിക്കൂല. അപ്പൊ കറക്റ്റ് ഈ ഒരു പരുവത്തിലാണെങ്കിൽ മാത്രമേ ഇതിൽ പിടിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നിങ്ങൾ ആക്കി എടുക്കുക. ഞാൻ പറഞ്ഞോട്ട്. അപ്പൊ ഇതിന് മുക്കാമോ? അതിൽ മുക്കാനാണ് ഉണ്ടാക്കി വെച്ചേക്കണം. നമുക്ക് ഇതെങ്ങനെ മുഖത്തിൽ മുക്കണം? ആദ്യം നമുക്ക് എണ്ണ വയ്ക്കണം. വാ, ആദ്യം നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് തിളപ്പിക്കാം. കമോൺ ഗൈസ്. അപ്പൊ പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. ഇത്ര മതിയാവോ എണ്ണ? ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം ഗൈസ്. മുങ്ങി നിന്നാ അത്ര നല്ലത്. നമ്മള് പിന്നെ വീട്ടിൽ അധികം ആരും എണ്ണ ഉപയോഗിക്കത്തോണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ ഇവിടെ. ഇനി ആ എണ്ണ തിളയ്ക്കും വരെ വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ ഒഴിക്കാടാ, കാരണം ഇത് മുങ്ങിക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ നീ മുക്കി ഇടേണ്ടി വരും. ഇനി നീ വീട്ടിൽ ഒന്നിനും എണ്ണ ഇല്ല. തിളക്കട്ടെ കണ്ട്. അപ്പൊ ഗൈസ്, എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സാധനം നമുക്കൊന്ന് മുക്കാം. ആദ്യം നല്ലൊരു കത്തിരി വയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതൊന്ന് മുക്കിയെടുക്കണം ഗൈസ്. ഫസ്റ്റ് ആണ് ഇതിങ്ങനെ നന്നായിട്ട് മുങ്ങണം. കാണാതാണെന്നും വേണ്ടത്. ഇതിങ്ങനെ മുങ്ങിയിട്ട് ഇങ്ങനെ നല്ല രണ്ട് സൈഡ് ഇതിനായിട്ട് രീതിക്ക് വരുമ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് കിട്ടും ഗൈസ്. ഇതേപോലെ ഓരോന്നും നമ്മള് പറക്കി ഇടണം. രണ്ടായി മണ്ടയെ കൂടെ ഇടാലോ. ഇവിടെ വീഴാൻ ഇട്. മതിയാ? ഞാൻ അടുത്ത സ്റ്റെപ്പ് കഴിയിട്ട്
ഗൈസ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ച് മറച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം ഇത് പൊരിയണതിനനുസരിച്ച്. നമ്മൾ മാവ് കറക്റ്റ് പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. അല്ലേ കൊള്ളാം. ആ ഗൈസ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുണ്ട്. നല്ലതായിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. പിന്നെ ബാക്കി കുറച്ചുകൂടെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. അതാണ് നല്ലത്. ഇട് മാങ്ങവും കുറച്ച് ബാക്കി വന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് പഴമൊക്കെ ഉണ്ടായിരുന്നു, അതും പൊരിച്ചെടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ട് കുറച്ച് ഉള്ളി വട കൊണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഉള്ളി കൂടിപ്പോയി വട ആവണില്ല. ഉള്ളി കൂടിപ്പോയി മാവ് കുറഞ്ഞു. ഉള്ളി എണ്ണയായിട്ട് പൊരിച്ചോല്ലേ. ഇടറേ പരിപാടിയൊക്കെ കഴിഞ്ഞ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് മാവ് ബാക്കി ഒന്നുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളി വടയും പഴമൊക്കെ ചെറുതായിട്ടുണ്ടായിരിക്കും. പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു നമ്മളെ കത്തിരിക്ക ബജിയിൽ നമ്മൾ ഉണ്ടാക്കി, ആദ്യം നമുക്ക് അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അധികം തുടങ്ങാല്ലേ? ഓക്കെ, നീ ഒരെണ്ണെടുത്ത് കഴിച്ചോ. നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ ഐറ്റം ഗൈസ്. സൂപ്പർ. നമ്മൾ എത്ര പ്രതീക്ഷയില്ലല്ലേ? ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് അല്ലേ? ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് ഉണ്ടാക്കണമായിരിക്കും നല്ലതാണ്. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഗൈസ്. അതുപോലെ വാഴക്കപ്പം കൂടെ നോക്കാം. വാഴക്കപ്പം മുളക് പൊടിയൊക്കെ ഇട്ടാണ് പൊരിച്ചല്ലേ? അതിനാണ് ഇങ്ങനെ തുറന്ന് കഴിക്കണം. വാഴക്കപ്പം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ആ എരിവും മധുരം കൂടെ ഒക്കെ അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളി. സാധാരണ കുറച്ച് എടുക്കണേക്കാളും കൊള്ളാം കഴിച്ചത്. ഇവിടെ ആൾക്കാർ ക്യൂ ആണ് ഇത് കഴിച്ചു നോക്കാൻ. അടിപൊളി. കൊള്ളാം, നല്ല പൊരിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാഴക്കപ്പൊരി. സത്യം അതെ, അങ്ങനെ വരൂ. കാരണം അത് നല്ല കത്തിരിക്ക ബജിയാണ് ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് വാഴക്കപ്പോണ്. അപ്പോൾ നമുക്ക് ഇതൊരു ദിവസം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീട്ടിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മളൊക്കെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് വരാം ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ.